എന്താണ് യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് നേടിത്തന്നത് നിങ്ങൾക്കറിയാമോ? അതായത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ അതിക്രമങ്ങളുടെ പാപമോചനം എന്നുള്ള വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപം നമ്മളിൽ ഉള്ളപ്പോൾ പിശാചിന് അവിടെ നമുക്കെതിരെ ബാധിക്കാൻ സെയിം കോടതിയാണ്. പ്രോസിക്യൂട്ടറുണ്ട്, എന്താണ് പ്രതിയുടെ സ്വന്തം പ്രൈവറ്റ് ആയിരിക്കുന്ന വക്കീലുണ്ട്. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ പാപം നിലനിൽക്കുമ്പോൾ പിശാച് വാദിക്കും ഇവൻ കുറ്റക്കാരനാണ്. ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ നിയമം ദൈവം മാറ്റിക്കളയത്തില്ല. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ആ നിയമം മാറ്റാൻ കഴിയത്തില്ല. അപ്പോഴെന്താണ് പ്രതിയോഗി കണ്ടോ, എന്റെ പേര് ബിജയൻ, ബിജയനിൽ ഈ കുറ്റമുണ്ട്, അവന് ശിക്ഷ കൊടുക്കണം. അപ്പൊ കൊടുക്കാൻ പറ്റാത്തത് ദൈവത്തിന് പറയാൻ പറ്റുമോ? എന്നിൽ പാപം കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്റെ നാമം ഏറ്റു പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് കഥയില്ല. എന്നിൽ പാപം പിശാച് കണ്ടു കഴിഞ്ഞാൽ, പ്രോസിക്യൂട്ടർ കണ്ടു കഴിഞ്ഞാൽ, ഇവൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ തന്നേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ പിശാചിന്റെ തലയെ തകർത്തെന്ന് പറഞ്ഞാൽ അവനെ ചുറ്റിയും കൊണ്ട് തലയടിച്ച് തകർന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. എന്നാൽ എനിക്കെതിരെ വാദിക്കാവുന്ന പാപമുള്ളതാണല്ലോ ശത്രുവിന് വാദിക്കാൻ ഒരു അവസരം കൊടുത്തത്. എന്നാൽ ഇവൻ പറയാണ് ഇവനിൽ കുറ്റമുണ്ട്. അപ്പോഴെന്താണ് യേശുക്രിസ്തുവിന്റെ രക്തം എന്നെ കഴുകി. ഇനിയിപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നിൽ കുറ്റമില്ല, അവന്റെ വാദം പൊളിഞ്ഞു പോയി. അതുകൊണ്ടാണ് എഫേസ്യർ അത് സമയത്ത് പറഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കുന്നത്? വാഴ്ചകളെ അധികാരങ്ങളെ സർവായുധവർഗം ഏൽപ്പിച്ച് അതിനുമേൽ ജയോത്സവം കൊണ്ടാടി അതിനെ പരസ്യമായിരിക്കുന്ന കാഴ്ചയാക്കുകയും. ഇതാ ശത്രു ഇപ്പൊ തിരിഞ്ഞു നോക്കിയപ്പം എനിക്കെതിരെ വാദിക്കാനായിട്ട് നിന്ന ശത്രു വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്താണ് മാനസാന്തരപ്പെട്ട് കഴുകൽപ്പെട്ടു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നിൽ പാപമില്ല, ഇവരിതാ കൂത്തുകാഴ്ചയായിട്ട് തീർന്നു. എന്തോ പറയാനാ ഇനി? എന്നിൽ പാപമില്ലെങ്കിൽ ശത്രുവിന് എന്തോ പറയാനാ ഇനി? ഒന്നും പറയാനില്ല. അവൻ ലജ്ജാപാത്രമായിട്ട് തീരുക. പ്രിയപ്പെട്ട, ഇതാണ് യേശുക്രിസ്തു രക്തത്താലുള്ള വീണ്ടെടുപ്പിന്റെ ഒരു ഭാഗം.